ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിഗംഭീരമായൊരു അപ്ഡേറ്റുമായിട്ടാണ്. നമ്മുടെ സ്വന്തം വിജയ്, ദളപതി വിജയിലെ ജനനായകനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മൂവിയെക്കുറിച്ച് കുറേയധികം റൂമേഴ്സ് ഉണ്ട്. ഇപ്പോഴും ഈ സിനിമ പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ ഇതിനെക്കുറിച്ച് കുറേയധികം റൂമേഴ്സ് വരുന്നുണ്ട്. കാരണം ഈ മൂവി മറ്റു തെലുങ്ക് മൂവിയിലെ നമ്മുടെ ബാലകൃഷ്ണയുടെ ഭഗവതി കേസരി എന്നൊരു മൂവിയുടെ റീമേക്ക് ആണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എല്ലാവരും വരുന്നത്. കാരണം ഇതിൻ്റെ ടീസർ വന്നപ്പോഴും അതിൻ്റെ ട്രെയിലർ വന്നിട്ടില്ല, ടീസർ വന്നപ്പോഴൊക്കെ തന്നെ ആ ഒരു നമ്മുടെ ബാലകൃഷ്ണയുടെ പല അപ്പിയറൻസും ഒരു പല സീൻസ് നമ്മൾ കണ്ടിട്ടില്ല ഭഗവതി കേസരി. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കൂ, അതും ഇതുപോലെ നല്ലൊരു സിനിമയാണ്. അപ്പോൾ അതിൽ വരുന്ന കുറേ വിഷ്വലൈസേഷനും അല്ലെങ്കിൽ അതിൻ്റെ അതേ ഒരു സെയിം ആയിട്ടുള്ള വരുന്നു. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് ആയിട്ട് അതിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ എല്ലാം വരുന്നതന്നെ ഒരു അതിന് ബേസ് ചെയ്തിട്ട് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോഴും നമുക്ക് നമ്മുടെ സ്വന്തം വിനോദ് പറഞ്ഞിരിക്കുകയാണ്. ഈ സിനിമ ഒരിക്കലും ഒരു സിനിമയുടെയും റീമേക്ക് അല്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ ഈ സിനിമയുടെ ഒരു ആകാംക്ഷ കൂട്ടാൻ വേണ്ടിയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ സിനിമ ഒരിക്കലും ഭഗവതി കേസരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ചിലപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആണോ, ആ കഥ തന്നെയാണോ, അങ്ങനെ കുറേ അധികം റൂമേഴ്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പല ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം അതുപോലെ തന്നെയല്ലേ, കാരണം ഇപ്പോൾ അദ്ദേഹം ടീച്ചർ വന്നപ്പോഴേക്കും നമ്മൾ ആ ഒരു ഡ്രസ്സിങ് ഒക്കെ കണ്ടപ്പോഴും പിന്നെ പല പോസ്റ്റുകളും കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. കാരണം ഭഗവതി കേസരിയുടെയും പോസ്റ്റുകളും അങ്ങനെയൊക്കെ തന്നെയാണുള്ളൂ, ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ട്, എന്തായിരിക്കും ഈ സിനിമ ശരിക്കും ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ദളപതിയുടെ ലാസ്റ്റ് മൂവിയാണ്. പക്ഷേ എന്തായിരിക്കും ഇതിൽ എളുപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഒരു പക്ക രാഷ്ട്രീയ മൂവിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ രാഷ്ട്രീയ മൂവിയിലൂടെ ആയിരിക്കും അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു എന്താ പറയുക വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരു അറിവിൽ അങ്ങനെയാണ്. കാരണം അദ്ദേഹം 2026 ഒരു നിയമസഭ സ്റ്റേറ്റ് ഇലക്ഷന് വേണ്ടി അദ്ദേഹം പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രഖ്യാപിച്ച ശേഷം മുതലുള്ള എല്ലാ റൂമേഴ്സും അങ്ങനത്തെയാണ്. അപ്പോൾ ഈ സിനിമ പക്ക ഒരു പൊളിറ്റിക്കൽ മൂവിയാണ്. ആ പൊളിറ്റിക്കൽ മൂവിയിലൂടെ ഇദ്ദേഹം പറയാൻ പോകുന്നത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതും എന്തൊക്കെയാണെന്നുള്ള ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ യാത്രാ മൂവിയിലൂടെ അവിടെ മറ്റേ തെലുങ്കാനയിൽ YSR റെഡ്ഡി, അദ്ദേഹത്തിൻ്റെ മകനുണ്ടല്ലോ, ജഗന്നാഥൻ റെഡ്ഡിയോ, അങ്ങനെ അദ്ദേഹം വന്ന പോലെ അദ്ദേഹം ആ സിനിമയുടെ ബേസിൽ ജയിച്ചത്. യാത്ര എന്ന മൂവി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം YSRൻ്റെ പദയാത്രയാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാറാണ്. അപ്പോൾ അത്രമാത്രം ഹിറ്റുമായിരുന്നു അവിടെ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് പൊളിറ്റിക്കൽ ചേഞ്ചസിന് വേണ്ടി അത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു ഭഗവതി കേസരിയുടെ ഒരു റീമേക്ക് അല്ലെങ്കിലും എന്തായാലും. പക്ഷേ ഇതിൽ നമ്മുടെ സ്വന്തം ദളപതിയുടെ ഒരു റീ എൻട്രി എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ എൻട്രിക്ക് വേണ്ടിയുള്ളൊരു സിനിമ, കുറച്ച് പൊളിറ്റിക്കൽ എൻട്രിയുടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ളൊരു സിനിമ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ സിനിമയിൽ എന്തായാലും പൊളിറ്റിക്സ് ആണല്ലോ പറയാൻ പോകുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം മലയാളത്തിൽ നിന്നുള്ള സുന്ദരിക്കുട്ടി മമിത ബൈജോഗ് ഉണ്ട്. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മോണിക്ക ബെലൂസി, നമ്മുടെ പൂജ ഹെഗ്ഡെ ഉണ്ട്. പിന്നെ ബോബി ഡോൾ, ഇവരൊക്കെ ഉണ്ട്, വലിയ റോളിലൊക്കെ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. ബോബി ഡോളാണ് ഈ സിനിമയിൽ വില്ലനായിട്ട് വരാൻ പോകുന്നത്. ബോബി ഡോളിനറിയാം, നമ്മുടെ ബോബി ഡോളിൽ അത്യാവശ്യം ഇപ്പോൾ എല്ലാ സിനിമകളും സൗത്തിൽ ഇപ്പോൾ വരാൻ തുടങ്ങി. ആദ്യം അവസാനം വന്ന സിനിമയിൽ സൂര്യമായിട്ട് മൂവിയായിരുന്നു. അത് ആർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ സിനിമ കണ്ട് പൊട്ടിപ്പോയെന്ന് പറയാൻ പറ്റും. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ എന്തായാലും ഈ ഒരു സിനിമ ഇതിൻ്റെ ഒരു കഥാ പശ്ചാത്തലം എല്ലാം തന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ വിനോദ്. അപ്പോൾ അദ്ദേഹം പറയണത് ഈ സിനിമ യാതൊരു ബന്ധവുമില്ല ഒന്നുമായിട്ടും. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് പക്ക ദളപതി സിനിമ മാത്രമാണ്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിൽ നിന്ന് ഇൻസ്പയർ ആണോ ഇല്ലെങ്കിൽ ഇൻസ്പയർ അല്ലയോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നുമല്ല. ഈ പറയുന്നതെല്ലാം നടന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഓഡിയോ ലോഞ്ചിൻ്റെ കുറേ ക്ലിപ്സ് ഇടുന്നുണ്ട്. കാരണം ഒഫീഷ്യലായിട്ട് ഒരു ഓഡിയോ ലോഞ്ച് അവർ ടെലികാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് January 4 പക്ഷേ എന്നിരുന്നാലും അതിന് മുമ്പ് തന്നെ ഈ മൊബൈൽസിലൂടെ ഒരു റീൽസൊക്കെ ആയിട്ട് ഇപ്പോൾ വരാൻ തുടങ്ങി. അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ പറന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതിലൊരു പറയുന്ന കമൻറ്റാണ് ഈ പറയുന്നത്. പക്ഷേ അതിൽ പറയുന്നുണ്ട്, ഇപ്പോൾ വിനോദ് തന്നെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ഒരിക്കലും ഈ ഒരു സിനിമയ്ക്ക് യാതൊരു ബന്ധവും അതുമായിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണ്, നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ വരണം. നമ്മൾ സിനിമ തിയേറ്ററിൽ വരും, നമുക്ക് കാണാൻ പോകും.
കാരണം വിജയുടെ ഇല്ല തളപതി വിജയുടെ അവസാനത്തെ മൂവിയാണ്. അപ്പോൾ അവസാനത്തെ ഒരു എൻഡ് ഓഫ് ഇറ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നേക്കുമായിട്ട് അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും അകന്നു പോവുകയാണ്. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലൊക്കെ വരുമോ വരാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഫ്യൂച്ചറാണ്, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം എടുത്ത തീരുമാനം സ്ട്രോങ് തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തി നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ എന്നാലും ഈ സിനിമ ഫസ്റ്റ് ഷോ കാണാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു നല്ലൊരു സോങ് ഒക്കെ ഇറങ്ങിയായിരുന്നു. പക്ഷേ ഇതിൽ മറ്റേ തങ്കച്ചി പാസമൊക്കെ വരുമോ അറിയത്തില്ല. ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം തന്നെ തങ്കച്ചി പാസം വന്ന ആ പടം ഹിറ്റാണ്. അതങ്ങനെയാണ്. അപ്പോൾ എന്തായാലും സിനിമ അദ്ദേഹത്തിന് ഒരു വ്യത്യസ്തമായി മാറട്ടെ. ഭഗവതി കേസരിയായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഇരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവതി കേസരിയായിട്ട് ബന്ധം ഉണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾക്ക് വിജയുടെ സിനിമ കാണാൻ പോകുന്നു. പോക്കിരി ആണെങ്കിലും മഹേഷ് ബാബു അഭിനയ സിനിമയാണല്ലോ തെലുങ്കിൽ. അത് ഇവിടെ വന്നപ്പോൾ പോക്കിരി വിജയിച്ചില്ലേ, ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറി. അപ്പോൾ അതുപോലെയൊക്കെ ഇതും ആവും അങ്ങനെ റിമേക്കാണ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതൊരു മോശമൊരു ഫാക്ടറാണെന്ന് വിശ്വസിക്കുന്നില്ല. എന്തായാലും പടം വരട്ടെ. പടം വരുമ്പോൾ നമ്മളെല്ലാവരും കാണും, കണ്ടു വിജയിപ്പിക്കും. കാരണം വിജയാണ്, വിജയുടെ ലാസ്റ്റ് ഫിലിമാണ്. പിന്നെ ഒട്ടുമിക്ക നല്ല അവസാനത്തെ ഈ ഒരു എൻഡ് ഓഫ് ഇറ എന്നൊക്കെ പറയുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും കാണും, കണ്ട് രസിക്കും. അപ്പോൾ നിങ്ങളും സിനിമ കാണാനായിട്ട് തയ്യാറാവുക. നമുക്കെല്ലാവർക്കും പോയി ഈ പൊങ്കൽ അടിച്ച് പൊളിക്കാം. ഓക്കെ ഗൈസ്, ബൈ ബൈ, സി യു.